ഓണമൊക്കെ അല്ലേ, നമുക്ക് കഥകളിയുടെ പെൻഡന്റ് വെച്ചിട്ട് ഒരു മാല ഉണ്ടാക്കിയാലോ? ഏകദേശം ഇതുപോലെയൊക്കെയാണ് നമ്മളുടെ മാല ഇരിക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് ഞാൻ ആദ്യമായിട്ട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ എയർ ഡ്രൈ ക്ലേ ആണ്. ടെറാക്കോട്ടയുടെ സെയിം കളറുള്ള എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തേക്കുന്നത്. പിന്നെ കഥകളിയുടെ മോൾഡും എടുത്തിട്ടുണ്ട്. ഇത് സിലിക്കൺ മോൾഡാണ്. നമുക്ക് ഷോപ്പുകളിൽ നിന്ന്, ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി ഇതെല്ലാം നമ്മളെ ജ്വല്ലറി മേക്കിങ്ങിനുള്ള പിന്ന്, കമ്മലിൻ്റെ ബേസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് എല്ലാം ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ സൈഡിൽ വെച്ചത്. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ക്ലേ ഇതിൽ സിലിക്കൺ മോൾഡിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടി എടുത്തേക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ മോൾഡിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളുടെ ക്ലേ ഇതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇംപ്രഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ മാർക്കിങ്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഇത് ടെറാക്കോട്ടയുടെ അതേ കളറിലുള്ള ക്ലേ ആണെന്ന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്ലേ എടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ക്ലേ മാത്രം എടുത്താൽ മതി. ഇത് നല്ല സോഫ്റ്റ് ക്ലേ ആണ്. എയർ ഡ്രൈ ക്ലേ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ക്ലേ ആണ്. ഇല്ലെങ്കിൽ ക്ലേ നമ്മൾ നല്ലോണം ഇതിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലല്ലേ അതിൻ്റെ ആ മാർക്കിങ്സും അതിൻ്റെ ആ ഷേപ്പും എല്ലാം കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ക്രാക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് ഇതിൻ്റെ അകത്തുനിന്ന് ഊരിയെടുക്കാനേ. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഊരിയെടുത്തതാണ്. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ അത് കുറച്ച് പതിയെ എടുത്താൽ മതി. കുറച്ചെങ്കിലും ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം എടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫിനിഷിങ് അല്ലാത്ത ആ വശങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്. അപ്പോൾ കട്ട് ചെയ്തത് ശരി ഒന്നും കൂടെ കറക്റ്റ് ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണേ നമ്മൾ. അപ്പോൾ അതും ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമ്മളിത് 24 hours ഉണങ്ങാൻ വയ്ക്കും. ഞാൻ ആദ്യം ഉണ്ടാക്കിയെടുത്തതിന് ഇച്ചിരി തിക്നെസ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒക്കെ പിടിപ്പിക്കണമെങ്കിൽ നമുക്കത് ഇച്ചിരി കൂടെ ക്ലേ കൂടുതൽ വെച്ച് അത് തിക്നെസ്സോട് കൂടി ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ നമുക്ക് പിന്നെ പിടിപ്പിക്കാനും അല്ലെങ്കിൽ അതിനൊരു ഇച്ചിരി ബലമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയെടുത്തതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇത് കുറച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ പിന്നെ പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മൾ ഇതിൻ്റെ ക്ലേയുടെ ആ മോഡൽ കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് അതിൻ്റെ അകത്ത് പിന്ന് വെച്ചാലാണല്ലോ അതൊരു പെൻഡൻറ്റ് അല്ലെങ്കിൽ മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് പിന്നെ വെച്ച് കൊടുക്കണേ. അത് ശരിക്കും ഉണങ്ങണതിന് മുന്നേ വെക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇതുണ്ട്, ഇതിന് ഇച്ചിരി അത്യാവശ്യം കനമുണ്ട്. ഇതിന് ഒന്നും കൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് വെള്ളം തൊട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇതിനി നമ്മൾ 24 hours ഉണങ്ങാനായിട്ട് വെക്കും. എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം അത് സാവധാനം ഇരുന്ന് ഉണങ്ങണം. നമ്മൾ മുമ്പുണ്ടാക്കിയിട്ട് 24 hours ഉണക്കിയതിന് ശേഷം എടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഇതിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, രണ്ട് സൈഡിലും. കഥകളിയുടെ പെൻഡന്റ് മേക്കിങ്ങിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കളറിങ് തന്നെയാണ്. ഈ കളറിങ്ങിൽ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വല്ല റെഫറൻസ് പിക്ചർ നമുക്ക് എടുക്കാം. അത് നോക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇത് ഞാൻ 1-2 പ്രാവശ്യം വേറെ ചെയ്തതുകൊണ്ടാണ് പിന്നെ റെഫറൻസ് ഒന്നും വെക്കാതെ ഇങ്ങനെ ചെയ്തത്.
ഇത് പെൻഡൻ്റായിട്ട് ഇടണമെങ്കിൽ ഇതിനൊരു ചെയിൻ വേണ്ടേ, അങ്ങനെയുള്ള ചെയിനൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ തൽക്കാലം ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്ക് ചെയിൻ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട് നമ്മുടെ കഥകളി പെൻഡൻറ്റ്? എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.